നിങ്ങൾ നെട്ടിപ്പോവും. 5,25,000 രൂപയാണ് ഈ വണ്ടി കൊടുന്ന് വരും. 5,25,000 രൂപ. അതായത് ഇത് നിങ്ങൾ നോക്കിക്കോളൂ, വേറെ എവിടെയും ഈ ഒരു പ്രൈസിൽ 2019 ലാസ്റ്റ്, അത് 12-ാം മാസം ഇറങ്ങിയ വണ്ടിയൊക്കെ കാണാൻ കുറവാണ് അല്ലേ? തീർച്ചയായിട്ടും 1,80,000 തരുന്നത്. മിസ് ചെയ്യണ്ട, നോക്കിക്കോ. 2010 ഇതിനൊക്കെ നിങ്ങൾ 6 മാസം വാറണ്ടി കൊടുക്കും. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഒരു 18 കിലോമീറ്റർ ഒക്കെ മൈലേജ് ഉണ്ടാവും. ഡീസലല്ലേ 20 കിലോമീറ്റർ ഉറപ്പായും കിട്ടും അല്ലേ? 22 ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്ന് ആലോചിക്കണം. അത്രയും നീറ്റ് വണ്ടി. നീറ്റ് വണ്ടി, നല്ല പാളങ്ങാണ്. ഇത് സീറ്റ എന്ന് പറയുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. ബട്ടൺ സ്റ്റാർട്ടിന്റെ അലവിൽ കാര്യങ്ങൾ എല്ലാം വരുന്നത്. ഈ 60,000 ഒക്കെ ഡീസൽ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്, ഫുൾ സർവീസും ഉണ്ട്. അടിപൊളി. 7 ലക്ഷം രൂപ നിങ്ങൾ അറിയാതെ പറഞ്ഞല്ലോ അല്ലേ? അറിയാതെ പറഞ്ഞല്ല, കുറച്ച് തന്നെ പറഞ്ഞാണ്. 21 മോഡലാണ്. ഓട്ടോമാറ്റിക് കൊടുക്കും, തന്നിരിക്കും. 6 ചില്ലറക്ക് കൊടുക്കുമോ? 6 ലിറ്റർ കൊടുക്കും. വന്നാൽ മതി. അത് 12 മോഡൽ വണ്ടിയൊക്കെ ഈ കണ്ടീഷനിൽ കിട്ടാൻ നല്ല പക്കാ വണ്ടിയാണ്. അതെ അല്ലേ? പൊന്നുമായ. ഇന്റീരിയർ കണ്ടാൽ 19 വണ്ടി മാറി നിൽക്കൂട്ടോ. എന്നാ ക്വാളിറ്റി അല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു വണ്ടി, ഞാൻ വീണ്ടും പറയുന്നു, നല്ലൊരു വണ്ടി, ലോ കിലോമീറ്റർ വണ്ടി, ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ലാത്തത്, അതുപോലെ തന്നെ ഇതുപോലത്തെ മുതൽ സാധനമൊക്കെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് ഫുൾ ലോണിലൊക്കെ തരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണുള്ളത്. KL47 യൂസ്ഡ് കാർസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസിലാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 10-30 വണ്ടിയോളം ഉണ്ട്. ഏറ്റവും ലോ ബഡ്ജറ്റ് മുതൽ കുറച്ച് പ്രൈസ് കൂടിയ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രൈസ് കൂടിയ വണ്ടി എന്ന് പറഞ്ഞാൽ ബെൻസൊക്കെ നിങ്ങൾക്ക് 10-15 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് തരുന്നത്. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ധൈര്യമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ പഴയ 2010 വണ്ടിക്കൊക്കെ 6 മാസം വാറണ്ടി വരുന്ന വേറെ ടീമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ അതും തരും. പിന്നെ ഇബ്രാഹിഖാൻ്റെ കഥ പറയേണ്ട കാര്യമില്ല, അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വില കുറയ്ക്കാൻ വേണ്ടി മാത്രമാണെന്ന് ചിലപ്പോൾ തോന്നും. മൂപ്പര് മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് തരും. വരിക, വന്ന് വണ്ടി കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക, ഇവിടെ വരിക. പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുൾ ലോണിലും ഇഷ്ടംപോലെ വണ്ടികൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഞാൻ പറയും മാക്സിമം ഷെയർ ചെയ്തോ, അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. താറ് മുതൽ അങ്ങോട്ട് നിരന്ന് കിടക്കുന്നത് മുഴുവൻ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല, ഫുൾ വീഡിയോയും നിങ്ങൾ കാണുക. പിന്നെ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഫുൾ സംഭവം അയച്ചു തരും. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നല്ല വണ്ടി വേണമെങ്കിൽ വേഗം പോവാം. അപ്പോൾ നമ്മുടെ KL47 യൂസ്ഡ് കാർസിലെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം പറ്റും. നല്ല കിഡിലെ വണ്ടിയിൽ ഇബ്രേക്കാ റെഡി അല്ലേ? റെഡിയാണ്. എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും കൊടുങ്ങല്ലൂരിലെ KL47 കാർസിലേക്ക് പിന്നെ ഒരിക്കൽ കൂടി ആസ്വാദനം ചെയ്യണം. അതാണ് സ്വാഗതം മാത്രം പോരാ, മാക്സിമം ഇന്ന് എല്ലാ വണ്ടി ഞാൻ വില കുറച്ച് തന്നിരിക്കും. ഫുൾ ഗ്യാരണ്ടി ആണ്, ഉറപ്പല്ലേ? ഇന്ന് എല്ലാം വില കുറക്കും. സ്പെഷ്യൽ ആണ്, വിഷു ഒക്കെ അടിച്ചു പൊളിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സ്വിഫ്റ്റിൽ നിന്ന് തുടങ്ങാം. അതായത് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു 10-25 വണ്ടി കിടപ്പുണ്ട്. ഈ വണ്ടി മൊത്തം മാക്സിമം ഞാൻ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തായാലും ഒരു മെസ്സേജ് അയക്കുമ്പോൾ മാക്സിമം ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം. അതായത് ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. നമുക്ക് വേഗം എടുത്തു പോവാം. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി സ്വിഫ്റ്റ് ആണ്. ഇത് വെള്ള കളർ വണ്ടി, ഏതാ മോഡൽ? 2020 മോഡൽ വണ്ടിയാണ്. 20 ആണ് അല്ലേ? നല്ല നീറ്റ് അല്ലേ വണ്ടി? നീറ്റ് ആൻഡ് ക്ലീൻ. ഇത് ഡീസൽ പെട്രോളോ? ഇത് പെട്രോള്, മാനുവല്, ZXi ആണ്. ZXi അലോയില് കാര്യങ്ങള്, ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. ഓക്കെ, ZXi പ്ലസ് അല്ലേ? പ്ലസ് ആണ്. അടിപൊളി, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കിലോമീറ്റർ ഓടിക്കണ വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 ടയറും പുതിയ ടയറുണ്ട്. മാനുവൽ അല്ലേ? മാനുവലാണ്. ഓക്കെ, എന്താ വില ഉണ്ട്? ഇത് നമുക്ക് 6,25,000 രൂപ. 5-ാം മാസം 2020 ഇറങ്ങിയതാ. അതെ, 6,25,000 രൂപ എന്ന് പറയുമ്പോൾ നെഗോഷ്യബിൾ ആവുമോ? പെട്ടെന്ന് വന്നോ, മാക്സിമം ലോൺ ചെയ്യാം. ഒരു 50,000-76,000 റുപ്യ ഉണ്ടെങ്കിൽ വന്നോ, വണ്ടി കൊണ്ട് പോയിക്കോ. ഞാൻ ചോദിച്ചത് നെഗോഷ്യബിൾ ആവുമോ? നെഗോഷ്യബിൾ ഇനി വേണമെങ്കിൽ കുറക്കും. നല്ല റേറ്റ് ആണ് എന്തൊക്കെയാണ്, ഇനി വേണമെങ്കിൽ ഇനിയും കുറക്കും. അത്രേ ഉള്ളൂ. അതാണ് കേട്ടോ ഇവിടെ വന്നാലുള്ള സന്തോഷം അതാണ്. അപ്പോൾ എന്തായാലും 6,25 ഇതാ 20 വണ്ടി എടുക്കുക. അതുപോലെ തന്നെ നീലപ്പൊന്മാൻ ഏതാ? നീലപ്പൊന്മാൻ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് മോഡലോ? 2019 മോഡലാണ്. VXi ഓപ്ഷൻ. VXi ഓപ്ഷൻ ആണ്. അലോയിൽ കാര്യങ്ങളൊക്കെ വരും. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. അടിപൊളി കേട്ടോ, നല്ല വൃത്തിയുണ്ട് കാണാൻ. പിന്നെ ഇത് കിലോമീറ്റർ ഓടിക്കുന്നത് 40,000 കിലോമീറ്ററിന് ഓടിയിട്ടുള്ളൂ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഇതിപ്പോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് 4,70,000 രൂപ നിൽക്കാം. 4,70,000 ഓട്ടോമാറ്റിക്. അതെ, അതും 19 ലാസ്റ്റ്. 19. അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടാവും? ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ഏതെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞിരിക്കും. അത്രേ. അതെ, ഓക്കെ. അപ്പൊ 4,75 നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. ലോൺ വേണമെങ്കിൽ 4 ലക്ഷം രൂപ ലോൺ കൊടുക്കും. അടിപൊളി. ഇതാ ഈ പോളോ ആണെങ്കിലോ? പോളോ 2016 മോഡലാണ്. 16 ആണ്. മിഡിൽ വേരിയന്റ് ആണ്. അതായത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. കംഫർട്ട് ലൈൻ അത്രേ ഉള്ളൂ. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്. കിലോമീറ്റർ അല്ലാണ്ട് ഓടിയിട്ടില്ല. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആയിരിക്കും അല്ലേ? പെട്രോൾ മാനുവൽ. 15 മോഡൽ. 15 അല്ലേ? ഓക്കെ, എന്നാലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. 15 മോഡൽ 1.2 ലിറ്റർ വരും. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ലോ കിലോമീറ്റർ 15 കൊണ്ട് എന്ത് വില കൊടുക്കാം? നമുക്കിത് 4,60,000 രൂപ കൊടുത്തേക്കാം. 4,65. അടിപൊളി. 15 പെട്രോൾ വണ്ടിയാണ്. ഒരു സ്വിഫ്റ്റ് എടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കിലോമീറ്ററും കുറവാണ്. അതെ, ലോണും കാര്യങ്ങളൊക്കെ മാക്സിമം കൊടുക്കും. ധൈര്യമായിട്ട് വന്നോ. അത്രേ ഉള്ളൂ. നെഗോഷ്യബിൾ ആണ്. അതെ,
ഇനി ഇതാ റിച്ച് ആണെങ്കിലോ 2015 മോഡലാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, സിൽവർ കളറാണ്. സിൽവർ അല്ലേ? കിലോമീറ്റർ ഓടിക്കണ വേറെ 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതെയോ? ഇത് മാനുവൽ അല്ലേ? മാനുവലാണ്. നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ, നല്ല വണ്ടിയാണ്. ഇത് റീപ്ലേസ് ഒന്നും റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല ബോഡി ക്വാളിറ്റി ഇന്റീരിയലൊക്കെ പക്കയായിട്ടുള്ള വണ്ടിയാണ്. ലോ കിലോമീറ്റർ ഓടിയ റിച്ച് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇത് VXI ആണ്. ഓക്കെ, എന്ത് വിലക്ക് കൊടുക്കാം? 4,35,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. 15 അല്ലേ പറഞ്ഞേ? 15 വണ്ടി. 15 435 കൂടുതലാണോ? കൂടുതലാണോ? കുറക്കും. കുറച്ചു കൊടുക്കും. 4 ലക്ഷം രൂപ കൊടുത്തിരിക്കാൻ വേറെ എന്ത് വേണം? സ്പെഷ്യൽ ആണ്. എങ്ങനെയാലും വില കൊടുച്ചാൽ തന്നിരിക്കും. വന്നാ മതി. അത്രേ ഉള്ളൂ. അതെ, ഇവിടെ വരിക, വന്ന് വണ്ടി കാണാൻ, വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വണ്ടി പ്രാന്തന്മാർക്ക് സ്പെഷ്യൽ ആയിട്ട് സ്വാഗതം ചെയ്യണം. അത്രേ ഉള്ളൂ. ഇനി ഇതാണെങ്കിലോ? ഇത് 2021 മോഡൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 2ാം മാസം 21 ഇറങ്ങിയ വണ്ടിയാണ്. ന്യൂ ഷേപ്പാണ്. മോഡലോ അല്ല വേരിയന്റോ? ക്ലൈംബർ വേരിയന്റ് വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ്. അപ്പോൾ 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും അല്ലേ? എല്ലാം വരും. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഓടിക്കണ വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? ഈ 40,000 ഒക്കെ പക്കയാണല്ലോ അല്ലേ? ഹിസ്റ്ററി കൊടുക്കാം. ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഒരുവിധം വണ്ടികളൊക്കെ ആ ഒരു റേഞ്ചിലാണ് ഓടി ചോദിച്ചാട്ടോ. പിന്നെ റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 21 വണ്ടി എന്ത് വിലക്ക് കൊടുക്കും? ഇത് നമുക്കൊരു 4,25,000 രൂപ കടന്നേക്കാം. 4,25 സ്പെഷ്യൽ റേറ്റ് ആണ്. പൂച്ചയൊക്കെ ഉണ്ടല്ലോ? അതെ, ഓക്കെ. പൂച്ചമ്മ വളർത്തുന്ന പൂച്ചയാണ്. സ്പെഷ്യൽ റേറ്റ് ആണോ? 4,25,000 രൂപ. അതില് കുറയോ? കുറക്കണി കുറക്കും. 21 നല്ല റേറ്റ് തന്നേക്കണം. നല്ല മോഡലും ഉണ്ട്. കിലോമീറ്റർ കുറവാണ്. ആളിവിടെ വന്നാൽ ഞങ്ങൾ കുറയ്ക്കൂലെന്നും പറഞ്ഞു വിടുള്ളൂ. അതാണ്, പിടിച്ച് സന്തോഷിപ്പിച്ചു വിടുള്ളൂ. അത്രേ ഉള്ളൂ, കൊടുത്തേ വിടുള്ളൂ. അതാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, 21 നല്ല ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി 4,25. അതെ, അതും നെഗോഷ്യബിൾ ആണ്. വേണ്ടത്ര കുറച്ച് തരും. ഇനി ഇതാണെങ്കിൽ 18 മോഡൽ VXI. 18 VXI അല്ലേ? ലോ കിലോമീറ്റർ ആണ്. മാനുവൽ ആണ്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, CNG ഉണ്ട്. അടിപൊളി. അതുകൊണ്ട് തന്നെ 30,000 കിലോമീറ്റർ മുകളിൽ 30 കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് എന്തായാലും. കിലോമീറ്റർ എത്ര പറഞ്ഞേ? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40 ഓടിയിട്ടുള്ള 30 കിലോമീറ്റർ മേലെ മൈലേജ് കിട്ടും. അതെ, അടിപൊളി. സുഖമായിട്ട് ഓടിക്കട്ടെ എല്ലാവരും. അതെ, അതായത് ആസ്വദിക്കി. മൈലേജ് കൊണ്ട് അങ്ങനെ ഒരു കളിയാണ്. അതെ, ഇത് വേറെ അപാകതയൊന്നുമില്ലല്ലോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അത് ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ? ന്യൂ ഷേപ്പ് വണ്ടിയാണ്. VXI ആണ്. എന്ത് വിലക്ക് കൊടുക്കുക? ഇത് നമുക്ക് 4,25,000 രൂപ കൊടുത്തേക്കും ഞാൻ. 4,25. അതെ, കിട്ടിയായിരുന്നെങ്കിൽ അങ്ങനെ ഒരു 50,000 രൂപ ചെലവാണ്. 50 പോലെ 70 രൂപ ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സംഭവം ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇതെന്തായാലും നോക്കിക്കോട്ടോ. നല്ല അടിപൊളി VXI വണ്ടി. മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ആണ്. 30 കിലോമീറ്റർ കൺഫേം ആണ് അല്ലേ? അതെ. ഇനി ഇതാണെങ്കിലോ? ഇത് നമ്മള് 2010 മോഡലാണ്. ഡീസൽ. 10 ഡീസൽ. ചെറിയ ബഡ്ജറ്റിൽ ഡീസൽ നോക്കുന്ന ആളുകളാണെങ്കിൽ പക്കയായിരിക്കുള്ളൂ. പിന്നെ വേറെ കേസ് പറഞ്ഞാൽ ഇതൊക്കെ എടുക്കുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അതെ അല്ലേ? ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റൂല. എന്നാലും നമുക്കൊരു 6 മാസം കൊടുക്കാം. എത്ര? 6 മാസം കൊടുക്കാം. ഇതിനാ? ശരിക്കും തീർച്ചയായിട്ടും. ഈ 2010 ഡീസലിന് ധൈര്യമായിട്ട് വന്നോ, 6 മാസം തന്നിരിക്കും. കാരണം നമുക്ക് ആ വിശ്വാസം ഏറ്റവും വലുത്. തമാശ പറയാലോ, സീരിയസ് ആയിട്ട് പറയാണ്. വന്നോ, 2010 ഇതിനൊക്കെ നിങ്ങൾ 6 മാസം വാറണ്ടി കൊടുക്കും. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഒരു 18 കിലോമീറ്റർ ഒക്കെ മൈലേജ് ഉണ്ടാവും. 20 കിലോമീറ്റർ ഉറപ്പായും കിട്ടൂല്ലേ? അപ്പൊ ഇതെന്തായാലും നല്ല കളറാണ്, നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ. കേരളത്തിൽ വേറെ ആരും കൊടുക്കാത്തൊരു ഓഫർ അല്ലേ അത്? സ്പെഷ്യൽ ആണ്. 10 വണ്ടിക്കൊക്കെ എന്ത് വിലയുണ്ട് പറയും? നമുക്കതൊരു 1,20,000 രൂപ കൊടുത്തേക്കാം. 1,20,000 സ്പെഷ്യൽ റേറ്റ് ആണ്. സ്പെഷ്യൽ റേറ്റ്. അതെ. അതിൽ കുറയോ? പറ. കുറയോന്ന് വെച്ചാൽ കുറച്ച് തരോട്ടാ. അതാണ് കുറക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതെ, നിങ്ങൾ വന്നോളൂ കേട്ടോ. അതായത് വാറന്റിയോട് കൂടി 2010 നല്ലൊരു നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാലും നല്ല പക്കായിട്ട് സൂപ്പർ വണ്ടിയാണ്. ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. 1,20,000 അത് തരുന്നത്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് 2018 തന്നെ ഓട്ടോമാറ്റിക് ആണ്. എക്സ് ആണ് അല്ലേ? അതെ, എക്സ് ആണ്. നമുക്ക് കുറച്ച് സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു കാര്യമില്ല, കുറച്ച് സംഭവങ്ങൾ സാധാ വണ്ടി തന്നെ കേട്ടോ. അതെ. ഓടിയോ? കിലോമീറ്റർ ഓടിക്കണ ഏകദേശം ഒരു 50,000 കിലോമീറ്റർ ഓടിക്കണം. 18 പറഞ്ഞ 18 തന്നെയാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? പ്ലേസ്മെന്റ് കാര്യങ്ങൾ സെക്കൻഡ് ഓണർ എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അതൊരു പ്രശ്നമാണോ? മോഡൽ കുറഞ്ഞ വണ്ടിയല്ല. ഇത് എന്ത് വില വരും? ഇത് നമുക്കൊരു 4,65,000 രൂപ. 4,65 2018 ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ. ഒരു റീപ്ലേസ് ഇല്ല. അടിപൊളി. നെഗോഷ്യബിൾ ആവില്ലേ? എന്ത് ചോദിക്കാനല്ലേ? പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് എല്ലാ വണ്ടിയും ഒരു 50,000 76,000 രൂപ ഉണ്ടെങ്കിൽ വന്നോ, ധൈര്യമായിട്ട് കയറിക്കോ. ഫുൾ ഓൺ കിട്ടുന്ന വണ്ടികളും ഇല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ഇതാണെങ്കിലോ? ഇതാകുമ്പോൾ ഒരു ചെറിയ റേറ്റിന് 2011 മോഡൽ വണ്ടിയാണ്. വെറും 1,500 വന്നോ VXI കൊണ്ടുപോയിക്കോ. VXI അല്ലേ? അതെ. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിനും കൊടുക്കും. 6 മാസം ഞാൻ എല്ലാ വണ്ടിക്കും കൊടുക്കും. അതാണ് കേട്ടോ. അതായത് ഈ 10-11 വണ്ടിക്കൊക്കെ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നാൻ നമ്മളിവിടെ വന്നിട്ട് എയർപോർട്ട് സ്റ്റാൻഡിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുള്ളൊരു സംശയം വേണ്ട. 6 മാസം എന്തായാലും ഞാൻ തന്നിരിക്കും. അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് പോരാ. ചില്ലറ പൈസക്ക് ഇതാ വാറന്റിയോട് കൂടിയിട്ട് വണ്ടി വേണമെങ്കിൽ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും 1,4 അല്ലേ? അതെ. വീണ്ടും ഒരു സ്പെഷ്യൽ ഓഫർ. ഇത് പറയും. 2018 മോഡൽ വണ്ടിയാണ്. 18 ആണ്. റെഡിഗോ ആണ്. ഒരു 50,000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് അപാകതൊന്നുമില്ല. ഇത് നമുക്ക് സ്പെഷ്യൽ റേറ്റ് 1,80,000 രൂപ വണ്ടി കൊടുക്കുകയും ചെയ്യും. ഇത് 19 വണ്ടി അല്ലേ? 19 വണ്ടിയാണ്. പാട്ടല്ല 19 വണ്ടി. അതായത് ഇത് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്
18 മോഡലല്ല 12 വണ്ടിയാണ്. അതാണ് ഇതിന്റെ ഡെലിവറി വരുന്നത്. മാനുവൽ അല്ലേ? ഇതിന് സ്പെഷ്യലാണ്. മാനുവൽ അല്ലേ? മാനുവലാണ്. സ്പെഷ്യൽ പറ. സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 1 രൂപ നിങ്ങൾ പൈസ ആയിട്ട് വരണ്ട, ഫുൾ ലോൺ ഞാൻ തരും. വില പറ. വിലയാണെങ്കിലാ 1.80 വണ്ടി ഞാൻ കൊടുക്കും. വാവ്, അത് സ്പെഷ്യൽ പ്രൈസ് അല്ലേ? 1,80,000 വണ്ടി തരും. 1 ഉറുപ്പിക നിങ്ങൾ കൊണ്ടുവരണ്ട. സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയാൽ മതി. അത് 1.80 എന്ന് പറഞ്ഞാൽ ഇതിന് 2 ലക്ഷം രൂപ മേലെ സുഖമായിട്ട് ലോൺ കയറില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അതായത് ഇത് നിങ്ങൾ നോക്കിക്കോളൂ. വേറെ എവിടെയും ഈ ഒരു പ്രൈസിൽ 2019 ലാസ്റ്റ്, അത് 12-ാം മാസം ഇറങ്ങിയ വണ്ടിയൊക്കെ കാണാൻ കുറവാണ് അല്ലേ? തീർച്ചയായിട്ടും. 1.80 തരുന്നത്. മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ സാൻഡ്രോ 2009 മോഡല്, അതും ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 5 ഇയർ പേപ്പർ അല്ലേ? തീർച്ചയായിട്ടും. ഇത് എന്തെങ്കിലും കഴിഞ്ഞാണ്. വണ്ടിക്ക് വേറെ അപാധയൊന്നുമില്ല, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ പൊക്കെയാണ്. അതെ അല്ലേ? പിന്നെ കിലോമീറ്റർ ഒന്നും പറയണ്ടല്ലോ. കിലോമീറ്റർ ഒരു 80,000 കിലോമീറ്ററാണ് ഓടിക്കണത്. ഉറപ്പൊന്നും പറയണ്ട അല്ലേ? പറയണ്ടല്ലോ. വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആളുകൾക്കൊക്കെ പൊക്കെയായിട്ട് കൊണ്ടുനടക്കാം. ചില്ലറ പൈസക്ക് എത്രയാ നമുക്ക് പേപ്പർ അടക്കം? 1.15. 5 വർഷത്തെ പേപ്പറോട് കൂടി. തീർച്ചയായിട്ടും. അതായത് ഇത് പഠിക്കാനൊന്നും ഉള്ള വണ്ടിയല്ല കേട്ടോ. അത്യാവശ്യം കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എന്നാലും സ്റ്റാർട്ടിംഗ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എടുത്തിട്ട് കുറച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എക്സ്ചേഞ്ച് ചെയ്ത് വേറെ കൊടുക്കാം. പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടാവില്ല. അതെ. ഇനി അടുത്തത് ഇതാണെങ്കിലോ 2017 മോഡലാണ്. 17 ഐട്ടൺ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയർ അടിപൊളി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് കംപ്ലീറ്റ് ഇവർ അയച്ചു തരും കേട്ടോ. തീർച്ചയായിട്ടും. ഞാൻ എന്താ പറയുന്നത്, ഒരാള് വിളിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുക ഫോട്ടോയും ഡീറ്റെയിൽ അയക്കാനല്ലേ പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ വെറുതെ സമയം കളണ്ട. അത് വെറുതെ ഒന്ന് അയച്ചാൽ മതി, മൊത്തം വെബ്സൈറ്റിന്റെ അങ്ങോട്ട് വരും. ഓക്കെ, ഇത് മോഡൽ ഏതാ പറഞ്ഞേ? 2017 മോഡലാണ്. കിലോമീറ്റർ ഓടിക്കുന്ന 70,000 കിലോമീറ്റർ. അതെ, ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. എനിക്കൊന്ന് ഡെൽറ്റ അല്ല, മാഗ്ന. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, എന്ത് വില? 3,65,000 രൂപ. 17 വണ്ടി അല്ലേ? അതെ, 3.65. ഇനി അതിൽ ലോൺ എടുക്കുന്ന ആളാണെങ്കിൽ 3 ലക്ഷം രൂപ ലോൺ കിട്ടും. അടിപൊളി കേട്ടോ. അത് നിങ്ങൾ നോക്കുന്നത് മാക്സിമം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ എടുക്കാൻ നോക്കുക. കാരണം അത്രയും മാക്സിമം പ്രൈസ് ബെനിഫിറ്റിലാണ് തരുന്നത്. അതുപോലെ തന്നെ ഡിസ്കൗണ്ടും വേറെ. തീർച്ചയായിട്ടും. വന്നാൽ മതി. പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഒമിനി കാണിച്ചു കേട്ടോ. ഒമിനി ഏതാ മോഡൽ? 2009 മോഡലാണ്. 9 അതെ. നല്ലൊരു ഒമിനി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട അല്ലേ? അതെ, 2009 മോഡല്, 80,000 കിലോമീറ്റർ ജെന്യൂൻ ആണ്. അല്ല, വേറെ കാര്യം കൂടെ, പേപ്പർ ആയോ? പുതിയ പേപ്പർ എടുത്തു. പുതിയ പേപ്പർ എടുത്ത് 5 വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് നല്ല വൃത്തിയുള്ളൊരു വണ്ടി. 80 കിലോമീറ്റർ ജെന്യൂനാ? ജെന്യൂൻ ആണ്. അടിപൊളി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എന്ത് വില കൊടുക്കുക? പേപ്പർ അടക്കം നമുക്കൊരു 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയ്ക്ക് 5 വർഷത്തെ പേപ്പറോട് കൂടിയിട്ട്. അത് 2009 വണ്ടി. കിലോമീറ്റർ കുറവാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ധൈര്യമായിട്ട് വന്നോ. ന്യൂ ഷേപ്പ് കേട്ടൻ. 2023 മോഡൽ 24 രജിസ്ട്രേഷൻ ഉണ്ട്. 23-24 വണ്ടി അല്ലേ? ഓപ്ഷൻ, അതായത് ഫുൾ ഓപ്ഷൻ. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. അതായത് കേട്ടനിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് VXI ഓപ്ഷൻ. 4/1/2024 ഇതിന്റെ രജിസ്ട്രേഷൻ വരുന്നത്. എന്ത് വിലക്ക് കൊടുക്കുക? ഇത് നമുക്കൊരു 4,40,000 രൂപ തന്നേക്കാം. എനിക്ക് തോന്നുന്നു ഒരു 6 സംതിങ് വില വണ്ടിയാണ്. പിന്നെ ഇത് കിലോമീറ്റർ പറഞ്ഞില്ലോ. കിലോമീറ്റർ ഓടിക്കണം, വെറും കുറച്ച് ചെറിയ കിലോമീറ്റർ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വന്നോ. ഇനി ലോൺ ആണെങ്കിലോ മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് 2ാം തീയതി വന്നോ, ധൈര്യമായിട്ട് വന്നോ. അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ. അതുപോലെ തന്നെ ഒരു ഐറ്റം കൂടി കാണിച്ചു. ഐറ്റം വീണ്ടും 2019 മോഡൽ. 19 അല്ലേ? സ്പോർട്സ് ആണ്. കിലോമീറ്റർ 40,000 ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അല്ലേ? നല്ല വണ്ടി. ഇവിടെ കിടന്ന് പൊടി പിടിച്ചിട്ടുള്ള വിഷയമുള്ളൂ. അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. നമുക്ക് ഇവിടെ റോഡ് പണി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. എല്ലാ വണ്ടിയും പൊടി പിടിച്ച് കിടക്കുന്നത് 2 നേരം കഴിക്കണം. തകൃതിയായിട്ട് ഇവിടെ ഫ്ലൈ ഓവറിന്റെ പണിയൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇത് 19 വണ്ടി. സ്പോർട്സ് ആണ്. ഓടിയിരിക്കുന്നത് കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഹൈ ക്വാളിറ്റി വണ്ടി, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് 4,25,000 രൂപ കാണാൻ. 4,25 19 ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ? അതും സ്പോർട്സ് ക്വാളിറ്റി ഉള്ള വണ്ടി. 4 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കയറില്ലേ? തീർച്ചയായിട്ടും. ബാക്കി നോക്കിയായില്ലേ? മതി. ഇതാണെങ്കിലോ 2014 മോഡൽ VDI ഡീസൽ അല്ലേ? അതെ, ഡീസൽ വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. 14 1 ലക്ഷം ജെന്യൂനാണ്. സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അതെ അല്ലേ? നമ്മള് 4 ലക്ഷം രൂപയാണ് ചോദിക്കണം. അതിന് എന്തെങ്കിലും ഇനി കുറച്ച് കൊടുക്കും. 14 വണ്ടി. അത് 3 ചില്ലറക്ക് നിങ്ങൾ കൊടുക്കണേ. തീർച്ചയായിട്ടും. അടിപൊളി. ലോൺ മാക്സിമം കയറ്റി കൊടുക്കാം. മൈക്ര ആണെങ്കിലോ? മൈക്ര 2017 മോഡലാണ്. 17 ആക്റ്റീവ് അല്ലേ? അതെ. അതായത് പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. 60 ഓടിയിട്ടുള്ളൂ അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസിനുള്ള വണ്ടിയാണ്. അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള മാറിയിട്ടില്ല. ഇല്ല. പക്ക വണ്ടി. വിലയോ?
ഇത് നമുക്ക് 3.25 രൂപ കൊടുത്തേക്കാം. 3.25. അതെ, അതും 17 വണ്ടിക്ക് അല്ലേ? 17 വണ്ടി ലോൺ ആണെങ്കിലും മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. അതായത് 1.2 ലിറ്റർ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം വണ്ടി. അതെ, സെയിം പവറും പെർഫോമൻസും. തീർച്ചയായിട്ടും അത് നോക്കിക്കോട്ടെ, മൈലേജ് അത്യാവശ്യം കിട്ടും. നിങ്ങൾ നോക്കിക്കോളൂ. 3,60,000 രൂപ അല്ലേ? 3,20,000 രൂപ കൊടുക്കും. 3.5 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? നെഗോഷ്യബിൾ ആണ്, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അടിപൊളി. ഇനി ഇതാണെങ്കിലോ ബലേനോ? അടുത്ത ബലേനോ. ഇത് സ്പെഷ്യൽ ആണ്, ഡീസലാണ്. അടിപൊളി. അൽഫയാ? അൽഫണ താഴെ സീറ്റ 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ഉണ്ട്. 18-19 കിലോമീറ്ററും കുറവാണ്, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിനകത്ത് വേറെ കേസ് പറഞ്ഞാൽ ഇത് സീറ്റ എന്ന് പറയുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. ബട്ടൺ സ്റ്റാർട്ടിന്റെ അലവിൽ കാര്യങ്ങൾ എല്ലാം വരുന്നത്. ഈ 60,000 ഡീസൽ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്, ഫുൾ സർവീസും ഉണ്ട്. അടിപൊളി. ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. 25 കിലോമീറ്റർ. അതെ, എന്തോ കൊടുക്കാം. ഇത് നമുക്കൊരു 7 ലക്ഷം രൂപ തന്നിരിക്കും. 7 ലക്ഷം രൂപ. അതെ, പക്ക ഇതാണ്, എന്താ പറയാ, റിസൽവായി പക്കയാണ്. 6 സംതിങ്ങിന് കൊടുക്കുവോ? ഇല്ല, കൊടുക്കൂല. ഞാൻ ചെറുതായിട്ട് ചെയ്യാം, ഒരു 6.25 ലാസ്റ്റ് തന്നേക്കാം. അല്ലേ? അങ്ങനെ വന്ന് സംസാരിക്കാം. മാക്സിമം നമ്മൾ സ്നേഹത്തിന്റെ ലോണും കൊടുക്കും, മാക്സിമം ലോൺ തന്നിരിക്കും. അത് ഉറപ്പായിട്ടും 6 ലക്ഷം രൂപ സുഖമായിട്ട് ഓക്കെ. അപ്പൊ അതിൽ നോക്കിക്കോളൂ. ഇനി വീണ്ടും 17 മോഡൽ i20 പെട്രോള് സ്പോർട്സ് ആണ്. 17 സ്പോർട്സ് ആണ്. നല്ല ബോഡി ക്വാളിറ്റി, ഇന്റീരിയർ ക്വാളിറ്റിയും നല്ല പക്ക വണ്ടി. ഒന്ന് പോളിഷ് ചെയ്താൽ തിളങ്ങും കിടന്നിട്ട്, വെള്ളം കിടന്ന് വെട്ടി തിളങ്ങും. സ്പോർട്സ് അല്ലേ? സ്പോർട്സ് ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും, ബട്ടൺ ഷോട്ട് ഒന്നും ഇല്ലാന്നുള്ളൂ. അപ്പൊ അതൊന്നും പറയാനില്ല, ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക വണ്ടി. മാറിയില്ല എന്തായാലും, ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇത് നമുക്ക് എന്തായാലും വരും, നമുക്കൊരു 5 ലക്ഷം രൂപയ്ക്കാണ് തന്നേക്കാൻ. അതായത് 17 സ്പോർട്സ് അല്ലേ? 5 ലക്ഷം രൂപ. കിലോമീറ്റർ കുറവാണ്. 4 സംതിങ്ങിന് കൊടുക്കൂലേ? കൊടുക്കും, കുറച്ച് തരും കേട്ടാ. ധൈര്യമായിട്ട് വന്നോ, നല്ല സമയമാണ്. കൊണ്ടുപോകാം. അതെ, തീർച്ചയായിട്ടും. ഓഫർ ഒക്കെ സ്പെഷ്യൽ ആയിട്ട് ചെയ്തതിനും വന്നോ. 6 മാസത്തെ നമ്മളെ വാറന്റി ഉണ്ട്. എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും ഉണ്ട്. ഏത് പഴയ വണ്ടിക്കും ഏത് പുതിയ വണ്ടിക്കും നമുക്ക് കൊടുക്കും, വാറന്റി കൊടുക്കും. അതുപോലെ തന്നെ ഈ ക്രോസ് ആണെങ്കിലോ, ഇത് 2015 മോഡലാണ്. 15 മോഡൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് എറ്റിയോസിന്റെ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി വേണേ പറയാം. തീർച്ചയായും പറയാം. അതെ, അലവിൽ കാര്യങ്ങളെല്ലാം വരും. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. മൈലേജ് ഒരു 12 മുതൽ 15 വരെ. അതെ, 15 വരെ കിട്ടും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 56 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, പക്ക വണ്ടി. ഇത് വില വന്നിട്ട് നമുക്കൊരു 4,60,000 രൂപ കൊടുക്കും. 4,60,000 15 ക്രോസ്. അതും പെട്രോൾ ആണ്, കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. ലോ കിലോമീറ്റർ ആണ്, അത്രേ ഉള്ളൂ. ഇതാണെങ്കിലോ വീണ്ടും മൈക്രോ ഓട്ടോമാറ്റിക് പെട്രോൾ. ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ? ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ CVT വരുന്ന വണ്ടിയാണോ? സ്ത്രീകൾക്ക് അടിപൊളിയാണ് ഉപയോഗിക്കുക. 18 മോഡൽ ഉണ്ട്. 18 മോഡൽ 80 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക വണ്ടി. കറക്റ്റ് സർവീസ്. ഒറ്റ ഓണർഷിപ്പ് വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല ബോഡി, നല്ല ഇന്റീരിയർ ഒക്കെ പക്ക ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ എക്സൽ അല്ലേ? നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഇത് നമുക്കൊരു 4,25,000 രൂപ ഓട്ടോമാറ്റിക് വണ്ടി. 18 വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക്. അതെ, ഓക്കെ. അത് നോക്കിക്കോട്ടെ. ഈ ഷേപ്പിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അല്ലേ? കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. ഈ 4,25 നിങ്ങൾ വെറുതെ പറയാൻ എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങൾ വന്ന് കിട്ടിയാൽ മതി. മാക്സിമം ഞാൻ കുറച്ച് തരും. അതേപോലെ തന്നെ ഡിസൈർ ഓട്ടോമാറ്റിക് ആണ്. ZXi ആണ്. ZXi പെട്രോളിന് ഫുൾ ഓപ്ഷൻ ഉണ്ട്. 21 മോഡൽ ഉണ്ട്. ZXi പ്ലസ് അല്ലേ ഇത്? ZXi ഉള്ളൂ. പക്ഷെ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടല്ലോ. ZXi ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും. അറിയില്ല, എന്തായാലും ചിലപ്പോൾ ഓപ്ഷനിലൊക്കെ വരുന്നുണ്ടാവും അല്ലേ? എന്തായാലും ബട്ടൺ സ്റ്റാർട്ട് ഉള്ള വണ്ടിയാണ്. ZXi ആണ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. അടിപൊളി. അതായത് ഇത് ആലോചിക്കേണ്ടത് 2021 മോഡൽ വണ്ടി, 4 മാസം ഇറങ്ങിയ വണ്ടി അല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ല പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 30,000 കറക്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അത് നോക്കണ്ട, വിട്, അത് വിഷമിക്കണ്ട. അതൊക്കെ ഇപ്പൊ എല്ലാവരും ഓണർഷിപ്പ് ഒന്നും മാറേണ്ട, ആരും വണ്ടി കൊടുക്കണില്ല. അതാണ് വിഷയം. പക്ഷേ കിലോമീറ്റർ ഒക്കെ പക്ക ഫുൾ കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി സൂപ്പർ വണ്ടി. എന്താ വില? ഇത് നമുക്ക് 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 7 ലക്ഷം രൂപ. അതെ, പിന്നെ നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോൺ ചെയ്ത് തരും. 7 ലക്ഷം രൂപ നിങ്ങൾ അറിയാതെ പറഞ്ഞല്ലോ അല്ലേ? അറിയാതെ പറഞ്ഞല്ല, കുറച്ച് തന്നെ പറഞ്ഞാണ്. 21 മോഡലാണ്. ഓട്ടോമാറ്റിക് കൊടുക്കും, തന്നിരിക്കും. 6 ജില്ലർക്ക് കൊടുക്കുമോ? 6 ജില്ലർ കൊടുക്കും. വന്നാ മതി. അതാണ് ഇത് വല്ലാത്തൊരു കഥയാണ്. നോക്കിയോ, വീണ്ടും വെന്റോ നല്ല മുത്തുമണി പോലത്തെ വണ്ടി. ഹൈ ക്വാളിറ്റി ആണ്. കിലോമീറ്റർ ആണെങ്കിലോ വെറും 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ. അടിപൊളി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് 2012 ആണ്. പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് മോഡൽ? 2012. സത്യം കണ്ടാ പറയൂല, അങ്ങനത്തെ വണ്ടിയാണ്. ഈ 12-ൽ 30,000 ജെന്യുവൻ ഫുൾ കമ്പനി സർവീസ് ആണ്. ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചില്ലെങ്കിലും മൊത്തത്തിൽ ഒന്ന് കാണിച്ചില്ലെങ്കിൽ സമാധാനമില്ല. അത് 2012 വണ്ടിക്ക് ഈ കോലത്തിലൊക്കെ കിട്ടാന്ന് പറഞ്ഞാലേ, ഞാൻ തന്നെ കണ്ടിട്ട് വണ്ടി തട്ടിപ്പോയി. ഹൈ ക്വാളിറ്റി വണ്ടി. 12 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടയർ നോക്കിയാൽ 4 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. അതെ, ഇന്റീരിയർ കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ. ഈ ക്വാളിറ്റി ഉള്ളൊരു 12 വണ്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. തറയ്ക്കും വൃത്തിയുള്ളൊരു വണ്ടി കേട്ടോ. ഇത്രയും കിലോമീറ്ററിൽ വെറും 30,000 ഓടിയിട്ടുണ്ട്. അതെ, അതും സിംഗിൾ ഓണർ. എന്റെ മോനെ പൊളി.
വിലക്ക് വില ഞാൻ വലിയ വില ഒന്നും ഞാൻ പറയൂല. 3,50,000 രൂപ ഇട്ട് പോന്നോ ഈ മുതലിനോട് നിങ്ങൾക്ക് ഉണ്ടോ? 3 ലക്ഷം രൂപ ഒരു നഷ്ടവും പറ്റില്ല അല്ലേ? കാരണം 18 വണ്ടി ഓട്ടം കുറവുള്ള ആൾക്കാർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ. സേഫ്റ്റിയിലാണെങ്കിലോ ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ. അതെ, അത് 12 മോഡൽ വണ്ടിക്ക് ഈ കണ്ടീഷനിൽ കിട്ടാൻ നല്ല പക്ക വണ്ടിയാണ്. അതെ, പൊന്നുമായ. അതായത് 12 മോഡൽ 30,000 കിലോമീറ്റർ ഓടിയത് 3.5 ലക്ഷം രൂപ. വരിക, സംസാരിക്കുക, വിലയൊക്കെ കുറച്ച് തരും കേട്ടോ. ഇതാണെങ്കിലോ 2014 മോഡൽ ഡീസൽ. 14 ഡീസൽ അല്ലേ? കേരള വണ്ടിയാണ്. അടിപൊളി. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയോട്ടനെ സംബന്ധിച്ചുള്ള അറിയാലോ, കിലോമീറ്റർ ഒരു പ്രശ്നമല്ല. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ പ്രശ്നമല്ലാണ്ടാവുന്നത് പ്രോപ്പർ സർവീസ് ഉണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ 130. ഒരു വിഷയമല്ല അല്ലേ? അതും ഡീസൽ നല്ല ക്വാളിറ്റി ഉള്ള മൈലേജ് ഉള്ള വണ്ടി അല്ലേ? അതെ. ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം? 7 ലക്ഷം രൂപ. 7 ലക്ഷം. അത് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഇനി കുറച്ച് കിട്ടുമെന്ന് ആഗ്രഹിച്ച് വന്നോ, ഞാൻ കുറച്ച് തരും. മാക്സിമം ലോൺ കയറ്റി തരും. അതാണ്. അപ്പൊ അടുത്തൊരു വെടിക്കെട്ട്. അടുത്ത വെടിക്കെട്ട് നമുക്ക് പവറിൽ എവിടെയെങ്കിലും പോകാനുണ്ട്. നല്ല ഹൈ പവറിൽ നിങ്ങൾക്ക് പോയി ഇറങ്ങി ഈ മുതൽ കൊണ്ടുവയ്ക്കോ. അതെ, അതായത് സെറ്റപ്പിൽ പോയിക്കോ. ML ആണല്ലേ? ML 350. ML 350 ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് ക്വാളിറ്റിന്റെ വയസ്സ് ഒരു കുറ്റം പറഞ്ഞു. മോഡൽ പറ. ഹൈ ക്വാളിറ്റി വണ്ടി. 2012 മോഡൽ. 12 അല്ലേ? നിങ്ങളടുത്ത് പഴയ വണ്ടിയാണല്ലോ. നല്ല അതാണ് അങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ട് നമ്മ കാണുമ്പോ അത് പൊക്കിക്കൊണ്ടുവരും. അതായത് ഇതിന്റെ ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയാണ്. ഇന്റീരിയർ കണ്ടാൽ 19 വണ്ടി മാറി നിൽക്കൂട്ടോ. എന്നാ ക്വാളിറ്റി അല്ലേ? എന്തൊരു വൃത്തി. അത് ഇതൊക്കെ ഇങ്ങനെ ആക്കിയതാണോ അതോ അങ്ങനെ തന്നെയാണോ? ഇങ്ങനെയാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന കസ്റ്റമറാണ്. ഒന്നുപോലെ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ള? കിലോമീറ്റർ ഓടിക്കണം 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ യാതൊരു വിധത്തിലുള്ള സിഗ്നലോ കാര്യങ്ങളോ ലൈറ്റോ ഒന്നും കത്തിയിട്ടില്ല. പക്കായിട്ട് സൂപ്പർ വണ്ടി. എയറോമാറ്റിക് ഒക്കെ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ ഒക്കെ അടിപൊളി അല്ലേ? അടിപൊളി സാധനം. എന്താ വില? നമുക്കിത് സ്പെഷ്യൽ റേറ്റ് ആണ്. 15,50,000 രൂപ വണ്ടി കൊടുക്കും. കേരള 15,50,000 രൂപ വണ്ടി തരും. അടിപൊളി. ഇതൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുമോ നോക്കിയിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ. വില കൂടുതലാണ് കമന്റ് ഇടരുത് ദയവേത്. 15.5 ലക്ഷം രൂപ അല്ലേ? മാക്സിമം ലോണും കയറില്ല? മാക്സിമം ലോൺ കൊടുക്കാം. ഡസ്റ്ററോ? ഡസ്റ്റർ 2015 മോഡലാണ്. 15 അല്ലേ? 110 ആണ്. 110. കിലോമീറ്റർ ഓടിക്കുന്നത് 70,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ അതൊന്നുമില്ല. വൃത്തിയുള്ള വണ്ടി അല്ലേ? വൃത്തിയുള്ള വണ്ടി. 60,000 കിലോമീറ്റർ സർവീസ് ഉള്ളൂ. ഇപ്പൊ ഏകദേശം ഒരു 70,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു 4,90,000 രൂപ. 490-ന് 15 വണ്ടി. അത് 110. അത് 110. ചെക്ക് ചെയ്തെടുത്തോട്ടെ അല്ലേ? ചെക്ക് ചെയ്തെടുത്തോട്ടെ. അത്രേ ഉള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പക്ക. നെഗോഷ്യബിൾ ആവും. നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോൺ കൊടുക്കും. അതുപോലെ തന്നെ മാഗ്നറ്റ് ഫുൾ ഓപ്ഷൻ. അതെ. 2022 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. 22 പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതായത് ഒരു പുത്തൻ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ CVT വേണമെങ്കിൽ ഇങ്ങോട്ട് പോരാ. തീർച്ചയായിട്ടും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരും. കിലോമീറ്റർ ഓടിക്കുന്ന 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24. അതായത് 4-ാം മാസം 2022 ഇറങ്ങി വണ്ടി അല്ലേ? 22 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം കേട്ടോ. അതെ. അപ്പൊ അതൊന്നും പറയാനില്ല. സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്. ധൈര്യമായിട്ട് വന്നോ. അതെ, ഇങ്ങോട്ട് വന്നാൽ മതി. കിലോമീറ്റർ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൻ കിലോമീറ്റർ ആണ്. വിലയോ? വില നമുക്ക് 8.5 ലക്ഷം രൂപ ചോദിക്കണം. എന്നാലും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ KL47 റോഡ് മാസ്റ്റർ കസ്റ്റമർക്ക് വീണ്ടും കുറയ്ക്കും. ഇത് പുതിയ ഒരു 15 രൂപ 12 റേഞ്ചിലാണ്. ഓൾമോസ്റ്റ് ഒരു 3-4 ലക്ഷം രൂപ കുറയും. നല്ല വില കുറച്ച് എടുക്കാം. ക്വാളിറ്റി ഉള്ള വണ്ടി. അതെ, വന്നോളൂ, കൊണ്ടുപോയിക്കോളൂ. ഇതെനിക്കൊന്ന് വാറണ്ടി ഉണ്ടാവൂലേ? വാറണ്ടി കൊടുക്കും. വാറണ്ടി ഓൾറെഡി ഉണ്ടാവും. ആവശ്യമില്ല, കമ്പനി വാറണ്ടി ഉണ്ടല്ലോ. അതെ, ഓക്കെ. എന്നാലും നിങ്ങൾ വേണേ കൊടുത്തു തരാം. സ്പെഷ്യൽ ആയിട്ട് കൊടുക്കും. ഇതാണെങ്കിലോ 2021 മോഡലാണ്. 21 മോഡൽ HTK പ്ലസ് പെട്രോൾ മാനുവൽ. 21 അല്ല 20 ആട്ടോ. 20 ആണ്. സോറി, 3-ാം മാസം 20-ൽ ഇറങ്ങിയ വണ്ടിയാണ്. HTK പ്ലസ് മാനുവൽ. മിഡിൽ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ വരും. HTE, HTK പ്ലസ്. ഏകദേശം എല്ലാ ഫീച്ചേഴ്സും ഇല്ലേ? അത്യാവശ്യം ടച്ച് സ്ക്രീൻ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇത് ഡീസലാ? ഡീസൽ അല്ല, പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 40,000 ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ ആണ്. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വണ്ടിയാണ്. നല്ല ക്ലാസ് വണ്ടിയാണ്. അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ HTK പ്ലസ് ഒക്കെ ഇറങ്ങുമ്പോൾ എന്ത് വില ഇറങ്ങുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 16 രൂപ അറേഞ്ചാണ് വരുന്നത്. 15-16 രൂപ അറേഞ്ച് വരുന്നത്. അത് ആലോചിക്കണം. 2020 വണ്ടി ആട്ടോ. അതും ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വിലയോ? വില നമുക്ക് 9,25,000 രൂപ വണ്ടി വരും. 9,25,000. അടിപൊളി കേട്ടോ. അതായത് കിയ സെൽറ്റോസ് ഒന്ന് ആലോചിക്കണം. അതെ, വണ്ടി. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു കാര്യം കാണിച്ചു തരാം. ഇത് മിഡിൽ ഓപ്ഷൻ ആയി വരുന്ന വണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾ നോക്കിക്കോ, ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം സകല സംഗതികളും ഉണ്ട് കേട്ടോ. ഫീച്ചേഴ്സിന് ഒരു കുറവില്ല അല്ലേ? അതെ. സൺറൂഫ് ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. സൺറൂഫ് ഇല്ല. ബാക്കിയുള്ള എല്ലാ സംഗതികളും നല്ല വൃത്തിക്കുന്നുണ്ട്. 9,25,000 രൂപ. ഫുൾ ലോൺ ഉറപ്പ്. നല്ല ട്രാക്ക് ആയിട്ട് വന്നോ. ഫുൾ ലോൺ ആയിട്ട് ചോദിക്കാനാ. ഫുൾ ലോൺ കിട്ടില്ല പിന്നെ എന്തിനു പറ്റും? തീർച്ചയായും. അടിപൊളി. വീണ്ടും 2019 മോഡൽ. 19 അല്ലേ? പെട്രോൾ മാനുവൽ. അടിപൊളി. അതായത് പെട്രോൾ വണ്ടിയാണ്.
ക്രെറ്റയാണ്. E+ ബേസ് അല്ലേ? ബേസിന്റെ തൊട്ട് മുകളിൽ. അതായത് ഒരുവിധ ഫീച്ചേഴ്സ് ഒക്കെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ പറഞ്ഞ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ അതൊന്നുമില്ല, പക്ക വണ്ടി, ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. സൂപ്പർ വണ്ടിയാണ്. 19 പറഞ്ഞേ? 19 വണ്ടി. ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ? ന്യൂ ഷേപ്പ് വണ്ടിയാണ്. E+ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ മാനുവൽ എന്ത് വില കൊടുക്കാം? നമുക്ക് 8,20,000 രൂപ തന്നിരിക്കും. 8,25 ലോ കിലോമീറ്റർ വണ്ടി. എന്തെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല, വന്നോ കൊണ്ടേക്കോ. ഫുൾ ലോണും ഒന്നും ചോദിക്കാനില്ല, ഫുൾ ലോണും കിട്ടും. അതുപോലെ സ്പെഷ്യലാണ് സ്പെഷ്യൽ ഡീസലിനെ കുറിച്ച് പറയാല. 20 കിലോമീറ്റർ മൈലേജ് എന്തായാലും 7 സീറ്ററിൽ 20+ മൈലേജാ. അതെ, അതായത് നിങ്ങൾക്കൊരു 7 സീറ്റർ വണ്ടി വേണം, അത് വില കുറച്ച് കിട്ടണം, മൈലേജും വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തായി. സൂപ്പർ ഓപ്ഷൻ. മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? മോഡൽ 2014 വണ്ടി. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 1 lakh കിലോമീറ്റർ ഓടിക്കണേ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് പക്ക വണ്ടി. അടിപൊളി. എന്ത് വിലയുണ്ട്? 4,60,000 രൂപ വണ്ടി കൊണ്ടേക്കും. ഒരു സ്വിഫ്റ്റിന് വിലയില്ലേ? തീർച്ചയായിട്ടും. മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ആണ് ഇവൻ. കൊണ്ടേക്കോ, വന്നോ, ഫുൾ ഓൺ ചെയ്യാൻ തരും പോരും. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇവനും ഇന്ന് സ്പെഷ്യൽ ആണ്. സ്പെഷ്യൽ റേറ്റ് ആണ്. ഇത് മോഡൽ ഏതാ? ഇവൻ 2022 മോഡലാണ്. 22 പുത്തൻ വണ്ടിയല്ലേ? പുത്തൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നോക്കിക്കോ, കാണിച്ചു തരാം. അത് വേരിയന്റ് വരുന്നത് ഫീല് C3 അല്ലേ? C3 ഫീല്. അതെ, ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാല് ഒരു ബേസ് വേരിയന്റ് എന്ന് പറയാൻ പറ്റൂല, അതിന്റെ മുകളിലാണ്. പക്ഷെ പവർ വിൻഡോ 2 ഉള്ളൂ. ഇല്ല, 4 ഉണ്ട്. 2 അടിപൊളി. 4 പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും. എയർ ബാഗ് വരും. നല്ല അത്യാവശ്യം ഓടിക്കാൻ കംഫർട്ട് ഉള്ള വണ്ടിയാണ്. സൂപ്പർ വണ്ടി. അതായത് 1.2 ലിറ്റർ പെട്രോളിൽ അത്യാവശ്യം കൊള്ളാവുന്ന കരുത്തുള്ള വണ്ടിയാണ്. അതെ. ഓടിയിരിക്കുന്നത് 40,000 കിലോമീറ്റർ ഓടിക്കണം. 40 ഓടിയിട്ടല്ലേ? 22. പിന്നെ എനിക്ക് സ്പെഷ്യൽ ആണെന്ന് നിങ്ങൾ നെട്ടിപ്പോവും. 5,20,000 രൂപ ഈ വണ്ടി ഇവിടുന്ന് വരും. 5,25 അത് മാത്രമല്ല ഫുൾ ഓൺ ധൈര്യമായിട്ട് വന്ന സ്പെഷ്യൽ ആണത്. പുതിയൊരു 8,00,000 രൂപ വരും. 5,25 കൊടുക്കും. നിങ്ങൾ നോക്കിയോ, ഇവരൊക്കെ നിങ്ങൾക്ക് ലോകത്ത് കിട്ടൂല. ലോകത്തൊന്നല്ല. ഇപ്പൊ എന്താ പറയാ, ഏത് വെച്ചും കമ്പയർ ചെയ്യാൻ പറ്റൂല അല്ലെ? അതും ഒരു കോമ്പാക്ട് SUV. അതെ, നോക്കിക്കോളൂ കേട്ടോ. സിട്രോൺ ആണ്, 2022 ആണ്, ലോ കിലോമീറ്റർ ആണ്, 5,20,000 രൂപ. നെഗോഷ്യബിൾ ആണ് അല്ലേ? സ്വപ്നത്തിൽ മാത്രം ഈ വില. അത്രേ ഉള്ളൂ. ഈ എപ്പിസോഡ് വണ്ടി 2022 മോഡൽ 22 ഡീസൽ ഓട്ടോമാറ്റിക് 4x4. അടിപൊളി. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 4 ടയർ കടുംപുത്തൻ ടയർ. ബോഡി നല്ല പക്ക ബോഡി. ക്വാളിറ്റി ഉണ്ടല്ലോ വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതെ അല്ലേ? നല്ല റെഡ് കളറിൽ നല്ല ചോരച്ചോപ്പ്. അതെ, എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കളറാണ് കേട്ടോ. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? കിലോമീറ്റർ ഓടിക്കുന്നത് 48,000 കിലോമീറ്റർ ഓടിക്കണം. 48 ഓടിയിട്ടുണ്ട് അല്ലേ? ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ക വണ്ടി. ഇനി ഇന്റീരിയറിൽ ഇതൊക്കെ കണ്ടോ നിങ്ങൾ? ഇതൊരു ബെൻസിന്റെ സാധനമൊക്കെ കേട്ടോ. അതെ, അതൊക്കെ സെപ്പറേറ്റ് മാറ്റി കയറ്റിയിട്ടുണ്ട്. സീറ്റ് അടിപൊളിയാണ്, മൊത്തത്തിൽ അടിപൊളിയാണല്ലേ? അതെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. നല്ല മൈലേജും നല്ല പെർഫോമൻസും. അതെ, പിന്നെ ബമ്പറൊക്കെ സ്പെഷ്യൽ മാറ്റി ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ നോക്കുക, നല്ല വൃത്തി. അത്യാവശ്യം ഒരു 80,000-90,000 ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? നല്ല കാണാനും നല്ല ഹൈ ക്വാളിറ്റിന്റെ ടയർ 4 പുതിയതാണ്. ഒക്കെ വണ്ടി. എന്ത് വിലയുണ്ട് നമുക്ക്? ഇത് സ്പെഷ്യലാണ്. 16,20,000 രൂപക്ക് ഇപ്പൊ ഞാൻ തരും. 16,25. അതിൽ ലോൺ ആണെങ്കിൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ ലോൺ തരും. ധൈര്യമായിട്ട് വന്നോ. ഒരു 1.5 ലക്ഷം രൂപ ഇറക്കിക്കൊണ്ടുപോവാ. നല്ല ട്രാക്ക് ഉണ്ടായാൽ മാത്രം മതി. 22 ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്ന് ആലോചിക്കണം. അത്രയും നീറ്റ് വണ്ടി. അതെ, നീറ്റ് വണ്ടി. നല്ല പളങ്ങാണ്. അതാണ്. അപ്പോൾ ഇതൊക്കെ വേണ്ടവർ നോക്കിക്കോളൂ. ഇതൊക്കെ ഇപ്പൊ കിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പിന്നെ കിട്ടിയെന്ന് വരില്ല അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ജീപ്പ് ഈ പറഞ്ഞ മോഡൽ കിടിലം വണ്ടി വേണമെങ്കിൽ നേരെ നമ്മൾ KL47 പോരാ. ഇബ്രാഹിഖാനെ കാണുക, വില കുറച്ച് തരാൻ പറയുക, വില കുറച്ച് തരും, എടുത്തുകൊണ്ട് പോകും അല്ലേ? വില കുറച്ച് കൊടുക്കാന്ന് എല്ലാവരും വെറുതെ പറയുള്ളൂ. പക്ഷേ ഇവിടെ ശരിക്കും വില കുറച്ച് തരും. അപ്പം എന്തായാലും നമ്മുടെ KL47 യൂസ് കാർസിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കണ്ടത്. ഇബ്രാഹിഖ പറഞ്ഞ പോലെ കുറവാണ് മെയിൻ അല്ലേ? സെറ്റ് അടിപൊളി ക്വാളിറ്റി വണ്ടികൾ എല്ലാം വില കുറച്ച് തരും ഞാൻ. അതാണ്. അപ്പം എന്തായാലും നേരെ പോയി തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. കിടിലം വണ്ടികൾ, മാക്സിമം വില കുറച്ച് നല്ല ക്വാളിറ്റി വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ ഫുൾ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഒന്ന് കിട്ടിക്കോട്ടെ അല്ലേ? ഓക്കെ, അപ്പം നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കോൺടാക്ട് ചെയ്തോളൂ. അതിന്റെ പേരാക്കാം അല്ലേ? അതെ. അപ്പൊ അടുത്ത തൃശ്ശൂർ ജില്ലയില് കൊടുങ്ങല്ലൂർ ബൈപ്പാസിലാണ് ഞങ്ങളുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. KL47 കാർസ് കൊടുങ്ങല്ലൂർ. ഓക്കെ, നേരെ പോര്, കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ വെച്ചിട്ടുണ്ട്. തകർക്കുന്നമ്മ അടിച്ചു പൊളിക്കും. അതെ, കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, നമസ്കാരം.